ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ബോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതും ഒരു ട്രിക്ക് വെച്ചാണ് ഗൈസ്. ഞാൻ ഒരു ചെയിൻ സ്റ്റിച്ച് വെച്ചാണ് ചെയ്യുന്നത്. ആരും ചെയിൻ സ്റ്റിച്ച് വെച്ചാൽ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റിക്കൊടുക്കണം നമ്മൾ. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ പാരലൽ ലൈൻസും ഇവിടെ എക്സും വരണം. അപ്പോൾ ഇതാണ് നമ്മളെ മുകളിലത്തെ യാൺ ആൻഡ് ഇതാണ് നമ്മളെ അടിയിലത്തെ യാൺ. അപ്പം ഈ അടിയിലത്തെ യാണിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മുകളിലത്തെ യാൺ എടുത്ത് കൊണ്ടുവരുമ്പോൾ നമ്മളെ നോട്ട് റെഡിയായി. ഇത്രയ്ക്കുള്ള കഴിച്ച് ഇത്രയ്ക്കുള്ളൂ നമ്മളെ യാൺ. ഞാൻ ഒന്നും കൂടിയും കാണിച്ചു തരാം. അതിന് അടുത്ത വേറെ ടൈപ്പ് നമുക്ക് ഇടാൻ പറ്റും. സാധാ നമ്മൾ നോട്ട് ഇടുന്ന പോലെ ഇടാൻ പറ്റും കേട്ടോ. ഇങ്ങനെ 2 ഫിംഗേഴ്സ് വെച്ചെടുത്തതിന് ശേഷം ആൻഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു ഇതെടുത്താൽ നമുക്ക് സാധാ നമ്മളെ നോട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ എനിക്ക് ഈസി ആയിട്ട് തോന്നണേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനും ഒരു ബിഗിനറാണ് ഗൈസ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ പറഞ്ഞു തരണ്ടേ, പിന്നെ ക്യാമറയുടെ മുന്നിലിരുന്ന് ചെയ്യാനും പറ്റണില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹൂക്ക് ഉണ്ടല്ലോ, ഈ ഹൂക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ അടിയിൽ കൂടെ കൊണ്ടുപോയതിന് ശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കാം. ഓക്കെ, യാൺ നമ്മളിങ്ങനെ യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ആൻഡ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ചെയിൻ സ്റ്റിച്ചായി. കണ്ടോ? അങ്ങനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ കൂടുതൽ പറഞ്ഞ് ചളാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടിയിൽ കൂടെ കൊണ്ടുപോയിട്ട് ഉള്ളിലേക്ക് ഗ്രാബ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം വലിയ ബോ ആണ് വേണ്ടത് അത്രയ്ക്കും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് മറ്റേ ടൈപ്പ് ഓഫ് ബോ ചെയ്യാൻ എനിക്കറിയാം കേട്ടോ. പക്ഷേ ബിഗിനേഴ്സിന് ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ ബിഗിനേഴ്സിനോട് എപ്പോഴും ആൾക്കാർ പറയാം മറ്റേ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക, അങ്ങനെയാണ് പറയാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുമ്പോൾ ബോ ആക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നെനിക്ക് തോന്നി. അതാണ് എനിക്ക് ഒരു ഐഡിയ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ കാരണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വലിക്കുക, ദെൻ അവിടെ ഒരു കെട്ടാവും. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയ്ക്കും ലെങ്ത്തിലാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. തന്നെയാണ് വേറൊരു പാർട്ടി വരുന്നത്, എങ്ങനെയാണ് ബോ ടൈ ചെയ്യാം. ചിലവരൊക്കെ ചോദിക്കുക എങ്ങനെ ബോ ടൈ ചെയ്യാൻ, കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത്. നല്ല ഭംഗിയുള്ള ഗൈസ്. ഓക്കെ, അപ്പോൾ മറ്റേ ടൈപ്പ് ഓഫ് ബോ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതും ഇടാം കേട്ടോ, എനിക്കതറിയാം. അപ്പോൾ ഇങ്ങനെ 2 കയ്യിൽ നമ്മളിങ്ങനെ പിടിക്കുക. നമ്മൾ റിബണൊക്കെ കെട്ടുമല്ലോ സ്കൂളിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. സിമ്പിളാണ്, ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക കേട്ടോ. ദെൻ നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഹിയർ വി ഗോ. അപ്പോൾ നമ്മൾ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഹെയർ ആക്സസറി ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മളുടെ സ്വന്തം കീ ചെയിൻമേലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ പറയാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബൈ.